അപ്പം രാവിലെ തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട പുതിയ പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. അപ്പോൾ എമ്പുരാൻ ഇന്നലെ 3.5 കോടി രൂപയ്ക്ക് അടുത്ത് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തു എന്നാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഇന്നലെ ട്രാക്കേഴ്സ് നൽകിയ റിപ്പോർട്ടും പ്രകാരം 2.5 കോടി രൂപയായിരുന്നു ട്രാക്കേഴ്സ് കിട്ടിയത്. അപ്പോൾ ഏകദേശം 3.5-4 കോടി റേഞ്ചിലെങ്കിലും എമ്പുരാൻ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം രാവിലെ അതിൻ്റെ കണക്കുകളൊന്നും വന്നിട്ടില്ല. ഏതായാലും ഇന്നലെ 91,000 ചില്ലാനും ടിക്കറ്റോളം ഇന്നലെ സെയിലായിട്ടുണ്ട്. ബുക്ക് മൈ ഷോയിൽ നിന്ന് മാത്രമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ബുക്ക് മൈ ഷോയിൽ നിന്ന് ഇത്ര ഇടിവ് വരാനുള്ള ഒരു കാരണം, നമ്മൾ ആദ്യ ആഴ്ചയിലൊക്കെ ബുക്ക് മൈ ഷോയിൽ പോയി ബുക്ക് ചെയ്ത് പോകുന്ന ആ രീതി കുറച്ച് കഴിയുമ്പോൾ നമ്മളങ്ങ് മാറ്റും. കാരണം തിയേറ്ററിൽ പോയി ടിക്കറ്റ് കിട്ടുമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുക്കാനേ ശ്രമിക്കത്തുള്ളൂ. പിന്നെ സിറ്റിയിലുള്ള വലിയ വലിയ തിയേറ്ററുകൾ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ബുക്ക് മൈ ഷോയിലൂടെ ബുക്ക് ചെയ്യുന്നത്. പിന്നെ ഗ്രാമപ്രദേശങ്ങളിലോ ചെറിയ തിയേറ്ററിൽ ഇപ്പോൾ ടിക്കറ്റ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ നേരിട്ട് തിയേറ്ററിൽ പോവുകയും അന്നേരം ടിക്കറ്റ് എടുക്കുക, അന്നേരം കയറുകയാണ് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബുക്ക് മൈ ഷോയിൽ 91,000 ടിക്കറ്റ് മാത്രമായിട്ടുണ്ട്. ഇപ്പോഴും 5,000 ടിക്കറ്റെങ്കിലും മണിക്കൂറിൽ വിറ്റുപോകുന്ന ഒരു ചിത്രമായിട്ട് ഇന്ത്യയിൽ വേറെ ഒരു ചിത്രവും എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും മണിക്കൂറിൽ 5,000 ടിക്കറ്റ് വിറ്റുപോകുന്ന ഒരു ചിത്രം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഫിക്കാറിൻ്റെയും അതുപോലെ ധീര വീരയുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. 1000 ടിക്കറ്റൊക്കെയാണ് മണിക്കൂർ വിറ്റ് പോകുന്നത്. അപ്പം അങ്ങനെ എമ്പുരാൻ ഇപ്പോഴും തിളങ്ങി നിൽക്കുന്നു എന്ന് തന്നെ പറയാം. ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ഇന്ത്യയിലെ തന്നെ 2025 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 2ാമത്തെ ചിത്രമായിട്ട് എമ്പുരാൻ മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് ഏറ്റവും 100 കോടി ഷെയർ നേടിയ ഒരു മലയാള ചിത്രം. അപ്പം പണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സുരേഷ് കുമാർ ചോദിച്ചു, 100 കോടി ഷെയർ നേടിയ ഒരു മലയാള സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും അനുകൂലമായത്. കാരണം അങ്ങനത്തെ സിനിമ ഇല്ലായിരുന്നു. ഗ്രോഫ് എന്ന് പറയുമ്പം എല്ലാ ബിസിനസ്സും കൂടെ ചേർത്താണ് ഗ്രോഫ് പറയുന്നത്. ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ച് അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് പറയേണ്ടത്. കാരണം 240 കോടി എമ്പുരാൻ നേടി എന്ന് പറയുമ്പോൾ 240 കോടിയും ഈ നിർമ്മാതാവിന് കിട്ടിയെന്നല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം തന്നെ കാശ് കിട്ടി എന്നാണ് അർത്ഥം. അപ്പം ഇത് 100 കോടി ഷെയർ എമ്പുരാൻ ആദ്യമായിട്ട് മലയാളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നാളെ സുരേഷ് കുമാറിനെ പോലുള്ളവർക്കൊന്നും ചോദിക്കാൻ പറ്റത്തില്ല, 100 കോടി നേടിയ ഇന്ത്യൻ മലയാള സിനിമയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, എമ്പുരാനുണ്ട്, ലാലേട്ടൻ്റെ എമ്പുരാനുണ്ട് എന്ന് നമുക്ക് സധീരം പറയാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് കേരളത്തിലെ കളക്ഷൻ. നമ്മൾ പറയുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ കളക്ഷൻ പറയുന്നു. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ അവസ്ഥ എന്താണ്? നമ്മൾ കർണാടകത്തിലെ കുറച്ച് ദിവസം മുമ്പായിട്ട് ചർച്ച ചെയ്തു. കർണാടകത്തിൽ നിന്ന് ഏകദേശം 10 കോടി രൂപ ടച്ച് ചെയ്തു എന്ന് ഔദ്യോഗികമായ അറിയിപ്പുണ്ടായിരുന്നു. ഇപ്പോൾ 11 കോടി രൂപയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. കർണാടകത്തിലെ ഈ സിനിമയെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവായിട്ട് മാറി. അതുപോലെ ഹിന്ദി മേഖലയിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്ത് 9 കോടിക്ക് മുകളിലാണ്, ഏകദേശം 10 കോടിയോളം വരും. തമിഴ്നാട്ടിൽ നിന്ന് 8 കോടിയോളം കളക്ട് ചെയ്തു. തെലുങ്കാന ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ 4 കോടി രൂപയ്ക്ക് അടുത്തെങ്കിലും കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. 30 കോടി ക്രോസ് ചെയ്തു എന്ന് ഔദ്യോഗികമായിട്ട് അറിയിപ്പ് വന്നിട്ടുണ്ട്. ഏകദേശം 31 കോടിക്ക് മുകളിൽ എത്തി എന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ. അങ്ങനെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും ഈ ചിത്രം സാമാന്യം വൻ വിജയം തന്നെയാണ്. നമുക്ക് അത് ഉറപ്പ് പറയാൻ പറ്റും. കേരളത്തിൽ നിന്ന് 70 കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ 30 കോടി കളക്ട് ചെയ്തു എന്ന് പറയുന്നത് വൻ വിജയം തന്നെ അല്ലേ. അതുപോലെ തന്നെ ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കളക്ഷൻ തന്നെയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് എനിക്കൊന്ന് മഞ്ഞുമൽ ബോയ്സ് ആണ് 90 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിന് 2ാം സ്ഥാനത്ത് ഇപ്പം മാർക്കോയൊക്കെ മറികടന്ന് എമ്പുരാൻ ചെന്ന് നിൽക്കുന്നു എന്നുള്ളപ്പം എമ്പുരാൻ്റെ പ്രത്യേകത മനസ്സിലാവില്ല. പിന്നെ വേറൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് മലയാളം വെർഷന്, മലയാളം പതിപ്പിനാണ് ആഗോള മാർക്കറ്റിലെല്ലാം വലിയ മുൻതൂക്കം ഉണ്ടായത്.
പക്ഷേ ഈ നമ്മളുടെ എപ്പോഴും ഒരു തോന്നലാണ്, അതായത് ഭാഷ ഇറക്കിയാൽ മാത്രമേ അതായത് ഭാഷയിലെ ആൾക്കാർ കാണത്തുള്ളൂ എന്നൊരു തോന്നലാണ്. പക്ഷേ മലയാളം പതിപ്പ് തമിഴിലായാലും ഹിന്ദിയിലായാലും ബാക്കി ഏത് ഭാഷയിലായാലും മലയാളം പതിപ്പ് തന്നെയാണ് മാർക്കറ്റ് എപ്പോഴും, വിദേശ രാജ്യങ്ങളിലും മലയാളം. കാരണം ഏറ്റവും കൂടുതലും മലയാളികൾ ഈ മലയാളം പതിപ്പ് കാണാനായിരിക്കും ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ള സംസ്ഥാനത്ത് നിന്ന് ആൾക്കാരെല്ലാം, അതായത് പ്രദേശങ്ങളിലെ ആൾക്കാർ ഇത് വളരെ കുറവാണ് കണ്ടിരിക്കുന്നത് എന്ന് കളക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ നിരവധി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കളക്ഷൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, ഹിന്ദി മേഖലയിലൊക്കെ തികഞ്ഞ പരാജയം എന്ന് പറയാൻ പറ്റത്തില്ല. ഹിന്ദി മേഖലയിൽ നിന്ന് 9 കോടി ഒരു മലയാള ചിത്രം നേടി, 10 കോടിയെങ്കിലും നേടി എന്ന് പറയുമ്പം അത് വൻ വിജയം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുപോലെ കർണാടകത്തിലെ കാര്യം നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. കാര്യം 11 കോടിക്കടുത്ത് ഇത് നേടി. നമ്മളെപ്പോഴും നോക്കേണ്ട സംഗതി എന്ന് പറഞ്ഞാൽ ഈ 30 കോടി നേടിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരാഴ്ചത്തെ കളക്ഷനാണ് ഈ പറയുന്നത്. ബാക്കിയുള്ള ചിത്രം മഞ്ഞുമൽ ബോയ്സ് എന്നൊക്കെ എന്ന് പറയുന്നത് ഏകദേശം 10-75 ദിവസം ഓടിയതിന് ശേഷമാണ് ഈ തുക കിട്ടുന്നത്. ആ റെക്കോർഡിനോടൊപ്പം ചെല്ലാൻ പറ്റും എന്ന് തോന്നുന്നില്ല. കാരണം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 91 കോടിയോളം നേടിയ മഞ്ഞുമൽ ബോയ്സിൻ്റെ റെക്കോർഡ് തകർക്കാൻ എമ്പുരാന് കഴിയില്ല. ഒരുപക്ഷെ മഞ്ഞുമൽ ബോയ്സ് ഏറ്റവും കൂടുതൽ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായത്. കേരളം കഴിഞ്ഞ തമിഴ്നാടായിരുന്നു മഞ്ഞുമൽ ബോയ്സിൻ്റെ ഏറ്റവും വലിയ കളക്ഷൻ ഉണ്ടായത്. അത് ആ ചിത്രത്തിൻ്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ 91 എത്തിക്കാൻ വേണ്ടി വളരെ ഗുണകരമായി മാറി. പിന്നെ ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് എമ്പുരാന് 136-140 കോടിക്കടുത്ത് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ന്യൂസിലാൻഡ് ആയാലും ഓസ്ട്രേലിയ ആയാലും ജർമ്മനി ആയാലും പോളണ്ട് ആയാലും ഈ ചിത്രം റിലീസ് ചെയ്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ ഹൈയസ്റ്റ് സിനിമയായിട്ട് മാറി. ഒരു ഇന്ത്യൻ സിനിമ നേടുന്ന ഏറ്റവും ഹൈയസ്റ്റ് കളക്ഷൻ ഈ ചിത്രത്തിൽ നേടാൻ പറ്റി എന്നുള്ളതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതുപോലെ എമ്പുരാൻ്റെ 3ാം ഭാഗമായ അസ്ട്രേൽ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ വീഡിയോ റിലീസ് ഇന്നലെ പുറത്തു വിട്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതൊരു വശത്ത് നടക്കുന്നു. ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത് എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രം, മലയാളത്തിൽ നിന്ന് കളക്ട് ചെയ്ത ഏറ്റവും വലിയ ചിത്രമായി ഇത് എമ്പുരാൻ മാറുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. മലയാള സിനിമയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് തീർത്ത മഞ്ഞുമൽ ബോയ്സാണ്. അത് 241 എന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊരു ഔദ്യോഗിക കണക്കും പ്രകാരം 239.6 കോടിയെ ഇത് മഞ്ഞുമൽ ബോയ്സ് കളക്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ ഇന്നുകൊണ്ട് മലയാളത്തിൽ നിന്ന് ഒരു ചിത്രം കളക്ട് ചെയ്ത ഏറ്റവും വലിയ തുകയിലേക്ക് എമ്പുരാൻ എത്തും. ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇത് മഞ്ഞുമൽ ബോയ്സൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ OTTയും എല്ലാം കൂടെ ചേർത്താണ് ഈ തുക. പക്ഷേ എമ്പുരാനെ സംബന്ധിച്ച് അതല്ല. എമ്പുരാൻ തിയേറ്ററിൽ നിന്ന് മാത്രമായിട്ട് കളക്ട് ചെയ്ത തുകയാണ് ഈ 240 എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം ഈ 240നോടടുത്ത് ഇന്നുകൊണ്ട് മഞ്ഞുമൽ ബോയ്സിൻ്റെ റെക്കോർഡ് തകർത്ത് ബഹുദൂരം എമ്പുരാൻ മുന്നേറും എന്ന് ഉറപ്പാണ്. പിന്നെ നമുക്കൊരു റെക്കോർഡിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സംശയം. മലയാളത്തിൽ നിന്ന് മാത്രം, കേരളത്തിൽ നിന്ന് മാത്രമായി 100 കോടി നേടാൻ എമ്പുരാന് കഴിയുമോ? ഇപ്പോൾ 70 കോടിക്ക് മുകളിൽ ചെന്ന് നിൽക്കുന്ന എമ്പുരാന് ഇനിയുള്ള ദിവസം വളരെ നിർണായകമാണ്. 10-ാം തീയതി പുതിയ റിലീഫ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് എമ്പുരാൻ്റെ കളക്ഷൻ ഇടിയാനാണ് സാധ്യത. അങ്ങനെയാണ് മമ്മൂട്ടിയുടെ ബഫൂക്ക, അതുപോലെ മരണമാഫ് ഇറങ്ങുന്നുണ്ട്, ആലപ്പുഴ ഗാന, അതുപോലെ അജിത്തിൻ്റെ ചിത്രം. അപ്പോൾ തിയേറ്ററുകളിലെ എണ്ണം കുറയാനാണ് സാധ്യത. അപ്പോൾ 10-ാം തീയതി വരെയുള്ള കളക്ഷൻ വളരെ നിർണായകമാണ്. അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ഒരു മലയാള സിനിമ കേരളത്തിൽ നിന്ന് നേടിയ ഏറ്റവും വലിയ കളക്ഷൻ 2018 എന്ന് പറയുന്ന 89 കോടി രൂപയുടെ കളക്ഷൻ, അതും മറികടക്കുമോ എന്ന് അറിയേണ്ടതുണ്ട്. ഇനിയും 19 കോടിയോളം കിട്ടണം.
അപ്പോൾ ശനിയും ഞായറും വളരെ നിർണായകമായി എമ്പുരാന് മാറുന്നു. ഈ കളക്ഷൻ റെക്കോർഡുകളെല്ലാം തകർത്ത് 300 കോടി എന്ന് പറഞ്ഞ സ്വപ്നത്തിലേക്ക് എമ്പുരാൻ വളരെ വേഗം മുന്നേറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.